എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഇന്നത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ വൈകിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത്. ഞങ്ങൾ ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കാറുള്ള കറിയാണ്. അപ്പോൾ അത് ഇന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാനോർത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് സാധനങ്ങൾ. ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ബീട്രൂട്ട് ഇതുപോലെ അരിഞ്ഞ് അതും കഴുകി വെച്ചിരിക്കുവാണ്. 2 സബോള ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ആണ് ഇന്ന് ഈ ചപ്പാത്തിക്കുള്ള കറിയാക്കി നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനൊരു അരപ്പ് വേണം. അപ്പോൾ അതെന്തുവാന്ന് നോക്കാം. കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കഷ്ടി പിരിയമുളക് പൊടി. 1/2 സ്പൂൺ കഷ്ടി എടുത്തിട്ടുള്ള, നമ്മൾ നിറച്ചെടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ചുമന്നുള്ളി വേണം, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു സ്വല്പം നല്ല ജീരകം, ഒരു പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ നല്ല വെണ്ണ പോലെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. ഈ അരപ്പൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൊണ്ടുള്ള കറി തയ്യാറാക്കുന്നത്. ഇതിന് പിന്നെ നമ്മൾ കടുക് വറുത്തും കൂടി ഇടുന്നുണ്ടായിരുന്നു. കറിവേപ്പില, ചെറിയുള്ളി, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചിലരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു പക്ഷേ ആർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്നാ ഒന്ന് നിങ്ങളുമായിട്ട്, എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല, ഇത് പൂരി, ഇടിയപ്പം, അപ്പം എന്തിൻ്റെ കൂടെയും കഴിക്കാം. അത്യാവശ്യം നമുക്ക് ചോറിനും കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കറിയായത്. അപ്പം നമുക്ക് ബാക്കി ഇനിയെല്ലാം കറി തയ്യാറാക്കുമ്പോൾ കാണാം. ആദ്യം തന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, സവോള, പച്ചമുളക്, ഇത്രയും നമ്മൾ കുക്കറിലിട്ട് ഒരു 2 വിസിൽ ഒന്ന് കേട്ട് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരല്പം വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം ഇത് വേവിക്കാൻ. അപ്പോൾ വേവിച്ചൊക്കെ കഴിഞ്ഞ് ഈ തേങ്ങ കൂട്ടെല്ലാം അരച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. അരിഞ്ഞു വെച്ച പച്ചക്കറികൾ നമ്മൾ കുക്കറിലിട്ട് കൊടുത്ത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് കുക്കർ അടച്ച് വയ്ക്കാൻ പോവുകയാണ്. കുക്കറിൻ്റെ അടപ്പൊക്കെ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് സ്റ്റൗ ഒന്ന് ഓണാക്കുകയും ചെയ്യണം. സ്റ്റൗ ഓണാക്കി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിഴങ്ങ്, ബീട്രൂട്ട് കൂട്ടിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരപ്പ് മിക്സിയുടെ ജാറ് കഴുകി ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വരും. ഇച്ചിരി വെള്ളം പോലെ തോന്നുമെങ്കിലും ഒന്ന് കുറുകി വരും. ഇത് നന്നായിട്ട് തിളച്ച് അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ പോട്ടെ. എന്നിട്ട് നമുക്ക് കുറുകി വരുമ്പോൾ കടുക് കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിക്കുള്ള കറി ഇവിടെ റെഡിയായി കഴിയും. കിഴങ്ങും ബീട്രൂട്ടും കൂടെയുള്ള കറി അങ്ങനെ കുറുകി റെഡിയായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് കടുക് കൂടെ വറുത്ത് ചേർക്കാം. സ്റ്റൗ കത്തിച്ച് നമ്മുടെ കൊച്ചു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് ബാക്കി ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി കിഴങ്ങും ബീട്രൂട്ടും കൂടെയുള്ള കുറുമാക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് മൂത്തോട്ടെ. നമ്മുടെ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്ന് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്ത കൂട്ട് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറി അങ്ങനെ കുറുകി വരുവാണ്. ഉപ്പും എരിവും ഒക്കെ പാകത്തിനുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചപ്പാത്തിക്ക് ഈ കറി ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു.
നല്ല ടേസ്റ്റായി കറിക്ക്. ബീറ്റ്റൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കറി കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നും. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ കുറുമയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം റേഷൻ കടയിലെ ആട്ടപ്പൊടിയാണ്. കണ്ടോ, ഫുൾക്കയായിട്ട് വരുന്നത്. ഏകദേശമൊക്കെ ഫുൾക്കയായിട്ടുണ്ട്. റേഷൻ കടയിലെ പൊടി കൊണ്ട് നമുക്ക് ഇതേ കണക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും കിഴങ്ങും ബീട്രൂട്ടും കൊണ്ടുള്ള കുറുമയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അടിപൊളി കറിയാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളി ചപ്പാത്തി നമ്മുടെ റേഷൻ കടയിലത്തെ ആട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. നന്നായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ പരിപാടികൾ ഇതൊക്കെയാണ്. ചപ്പാത്തിയും ഈ വെജിറ്റബിൾ കുറുമയും കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ചാനലൊക്കെ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിടുന്ന കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.